ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ ആണ് കേട്ടോ. അപ്പം കഴിഞ്ഞ വ്ളോഗിൽ ഒക്കെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ കാണിക്കണം എന്ന്. അപ്പം ഇന്നൊരു ഡീറ്റെയിൽഡ് സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പം ഈയിടെയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മിനിമൽ മേക്കപ്പാണ് യൂഷ്വലി ചെയ്യുന്നത്. അപ്പം ഞാൻ കുറേ സ്ഥലത്തൊക്കെ വിസിറ്റുകളും വീടുകളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സ്കിൻ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ, എന്താണ് സ്കിന്നിൽ ചെയ്യുന്നതെന്ന് നേരിട്ട് കാണുന്നവരും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കൂടെ അല്ലാതെ തന്നെ അത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോഴാണല്ലോ ആൾക്കാർക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്കും തോന്നാറുണ്ട് എൻ്റെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന്. പിന്നെ ആദ്യമേ പറഞ്ഞോട്ടെ, ഇത് ഒന്നും സ്പോൺസേർഡ് പ്രോഡക്റ്റ്സ് അല്ല ഞാൻ കാണിക്കുന്നത്. എനിക്ക് കുറച്ചധികം നാളായിട്ട് യൂസ് ചെയ്ത് ഡിഫറൻസ് വന്നു എന്ന് തോന്നുന്ന പ്രോഡക്റ്റ്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ മുഖം ഒന്ന് വെള്ളം വെച്ച് കഴുകിയിട്ട് ഫേസ് വാഷ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ ഒരു ഫേസ് വാഷാണ്. പിന്നെ ഇത് ഞാനൊരു 35 ഏജ് എബവ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു 40 അടുപ്പിച്ചുള്ളവർക്ക് മാത്രമാണ് ഈ സ്കിൻ കെയർ റുട്ടീൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ചെറുപ്പക്കാരാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കത്തില്ല. ഇപ്പം ഈ ഫേസ് വാഷ് ഒരു സാലിസിക് ആസിഡ് 2% പ്ലസ് ഒരു ഓട്സ് LHA ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ. അത് സ്കിന്നിലെ ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു സ്കിൻ ടോണർ, അത് പ്ലമ്മിൻ്റെ ഒരു റോസ് വാട്ടർ സ്കിൻ ടോണറാണ് അപ്ലൈ ചെയ്തത്. അത് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ലൊരു ആ റോസ് വാട്ടർ ടോണർ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറെ ഒത്തിരി ടോണർ അവൈലബിൾ ആണ്. അതിപ്പം പ്ലമ്മിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് റോസ് വാട്ടർ ടോണർ ആണെങ്കിലും ഇടാം. അത് ഞാൻ റോസ് വാട്ടർ സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് സ്പ്രേ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഫ്രഷായിട്ട് തോന്നിക്കും. പിന്നെ സെറ്റാഫിലിൻ്റെ ഒരു ഫേസ് മോയ്സ്ചറൈസറാണ്. അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി തന്നെ എടുക്കും, ഈ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. ഇപ്പം തന്നെ മനസ്സിലാവും ഞാൻ നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഒന്ന് ജസ്റ്റ് കൈവച്ച് ഇട്ടതിന് ശേഷം ഗുവാഷ ബ്രഷ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. ഇതെല്ലാം ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേര് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. മുരളിയേട്ടൻ എന്നിട്ട് ഇടയ്ക്ക് വന്ന് ബഹളം വെക്കുന്നുണ്ട്, എനിക്ക് റെഡി ആവാൻ സമ്മതിക്കുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ ചിരിക്കുന്നത്. ഈ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഈ ഫേസ് യോഗ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട, ഈ ഇത് വെച്ചിട്ട് ഭയങ്കര ബലത്തിൽ മസാജ് ചെയ്യരുത് കേട്ടോ. പതുക്കെ സോഫ്റ്റായിട്ട് ചെയ്യാവും. ബലത്തിൽ ചെയ്താൽ അതിൻ്റെ ഉള്ളത് മോശമാവാനാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പം പതുക്കെ നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് നമ്മുടെ ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടാനാണ് ഹെൽപ്പ് ചെയ്യുക. അത് നല്ലൊരു ചേഞ്ച് വരും കേട്ടോ ആക്ച്വലി ചെയ്യുമ്പം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒരു സോഫ്റ്റായിട്ട് ചെയ്യുക. ബ്രഷ് നല്ലതാണ്. അപ്പം ഞാൻ ഓരോ സൈഡും ഇങ്ങനെ 15 വെച്ച് കൗണ്ട് ചെയ്ത് ചെയ്യുക. അതൊരു കൗണ്ടിൽ ചെയ്യുന്ന, ഓരോ സൈഡും ഈക്വൽ നമ്പർ ചെയ്യുക. അല്ലാതെ ഒരു സൈഡ് 10 മറ്റേ സൈഡ് 5 അങ്ങനെ ചെയ്യരുത്. ഓരോ സൈഡും ഈക്വൽ നമ്പർ ഓഫ് ടൈംസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മുകളിലോട്ട് ചെയ്യുക കേട്ടോ. ഡയറക്ഷൻ മേലിലോട്ടാണ്, താഴോട്ടല്ല. മേലിലോട്ട് ഇങ്ങനെ ചെയ്യുക. എല്ലാ സൈഡും നമ്മൾ മുകളിലോട്ട്, നമ്മുടെ ഫേസ് ലിഫ്റ്റിനല്ലേ ചെയ്യുക, അപ്പം മേലോട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ജോ ലൈനൊക്കെ തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പിന്നെ എല്ലാം നമ്മുടെ ഒരു സന്തോഷത്തിനാണല്ലോ ചെയ്യുന്നത്. അല്ലാതെ ഇതിലിപ്പം നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. വേറൊരാളെ കാണിക്കാൻ, അല്ലെങ്കിൽ വേറൊരാളുടെ മുന്നിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ്, അങ്ങനെയല്ല. എപ്പോഴും നമ്മൾ ഈ സ്കിൻ ടോൺ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണ്, അതിൻ്റെ പേർപ്പസ് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഒരു സെൽഫ് സന്തോഷം, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു ഏജിങ് തന്നെ, ഒരു ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നിൽക്കുമ്പോൾ നരയുണ്ട്, അത് പുറത്ത് കാണിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ കളർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഹെയർ കളർ ചെയ്യും, മേക്കപ്പ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അത് ഒരു നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കുന്നതിലൊരു പ്രശ്നമല്ല. അത് ഏജിങ് ആണെങ്കിലും ഗ്രേസ്ഫുള്ളി ഏജ് ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമാണ്. അത് എല്ലാം അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങളുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് ഒരു 2 to 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കുക. അത് നമ്മുടെ സ്കിൻ ടെക്സ്ചറിനും സ്കിൻ ഡ്രൈ ആയി പോവാതിരിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സാധനമാണ് വെള്ളം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു 70% വെള്ളമാണെന്നാണ് പറയുന്നത്. അപ്പം വെള്ളം
കുടിക്കുന്നത് ഏറ്റവും, കാരണം വെള്ളം എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പം വെള്ളം നന്നായിട്ട് കുടിക്കേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളൊന്നും വെള്ളം കുടിക്കാതെ അയ്യോ എൻ്റെ സ്കിൻ ഡ്രൈ ആണ്, എൻ്റെ സ്കിൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എൻ്റെ വൈകുന്നേരത്തെ സ്കിൻ കെയർ എന്ന് പറയുന്നത്, അത് ഞാൻ പറയാം അതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞോട്ടെ. ഇതിപ്പം എൻ്റെ ശരീരത്തെ സ്കിൻ കെയറിൽ തന്നെ ഇൻക്ലൂഡ് ആണ്. ഞാൻ വൈകുന്നേരം പിന്നെ രാവിലെയും വൈകുന്നേരവും കുളിക്കുമ്പോഴും മേല് കഴുകുമ്പോഴും ഒക്കെ ഈ മേത്ത് ഈ വാസലൈൻ, ഈ കൊക്കോ ബട്ടർ ക്രീം ഇങ്ങനത്തെ ഒരു സംഭവം ഇടാറുണ്ട് കേട്ടോ. അത് പണ്ട് ഷാർജയിലായിരുന്നപ്പോൾ തൊട്ട് ഈ വാസലൈൻ ഇത് തന്നെയാണ് ശരീരത്ത് തേക്കുന്നത്. അല്ലെങ്കിൽ ശരീരത്തെ സ്കിന്നും ഒക്കെ ഡ്രൈ ആയി പോകും. അപ്പം മേത്തും എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ബോഡി ക്രീം ഇടുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഈവനിങ് ടൈമിൽ ഈ ഒരു സിറം യൂസ് ചെയ്യാറുണ്ട്. ഈ ടോണർ ഇട്ടതിന് ശേഷം ഈ ഒരു സിറം യൂസ് ചെയ്യും. ഇതെന്ന് പറയുന്നത് മിനിമലിസ്റ്റിന്റെ തന്നെ 0.3% സാലിസിക് ആസിഡ് ഉള്ള ഒരു സിറമാണ്. അപ്പം ഈ 0.3% കൂടുതൽ ഡെയിലി യൂസിന് അത്ര നല്ലതല്ല. അപ്പം ഈ സാലിസിക് ആസിഡ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 35 ഏജിന് മുന്നേ യൂസ് ചെയ്യുന്ന അത്ര റെക്കമെൻഡഡ് അല്ല. കാരണം ഇത് ഇങ്ങനെ നല്ല കുഴികളും അല്ലെങ്കിൽ ഡെഡ് സ്കിന്നും ഒക്കെ മാറാനാണ്. പിന്നെ ഒരു നമ്മുടെ സ്കിൻ പീൽ ചെയ്യാനും ഒക്കെ ഈ സാലിസിക് ആസിഡ് അങ്ങനെ ചെയ്യും. അപ്പം ഒത്തിരി പ്രായം കുറഞ്ഞ കുട്ടികൾ അധികം സാലിസിക് ആസിഡ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെയാണ് സാലിസിക് ആസിഡ് കൂടുതൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു 40 അടുപ്പിച്ചുള്ളവർ മാത്രമേ ഈ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാവൂ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഈ സാലിസിക് ആസിഡ് നമുക്ക് പിന്നെ ഒരു സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ മിനിമലിസ്റ്റ് കാണിച്ചതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഏത് ബ്രാൻഡാണ് സൂട്ടബിൾ ആവുന്നത് അത് ചെയ്യാം. മോയ്സ്ചറൈസർ എനിക്ക് എപ്പോഴും സെറ്റാഫിലാണ് എപ്പോഴും നല്ലതായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ലത്. അപ്പോൾ ഞാനത് നന്നായിട്ട് എടുക്കാറുണ്ട്. അതുകൊണ്ട് ഫേസ് നല്ല എപ്പോഴും എനിക്ക് കുറച്ച് ഓയിലി ഫേസാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ സെറ്റാഫിൽ നല്ലപോലെ എടുക്കുന്നത്. പിന്നെ രാത്രി ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ ചെയ്യാറേ ഉള്ളൂ. മറ്റേത് രാവിലെ മാത്രം ചെയ്യുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് മുഖത്ത് എണ്ണയൊക്കെ തേച്ചിട്ട് ഉറങ്ങാറുണ്ട്. അത് ചില ദിവസങ്ങൾ ഈ സിറം തേക്കാത്തത് ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ സിറം അവോയ്ഡ് ചെയ്തിട്ട് എണ്ണ തേച്ചിട്ട് അങ്ങ് കിടക്കും കേട്ടോ. പിന്നെ ലിപ്പ് ഒരു സ്വിസ്സിൻ്റെ ഒരു ലിപ് ബാം മുഖത്തല്ല സോറി, ചുണ്ടിൽ സ്വിസ്സിൻ്റെ ഒരു ലിപ് ബാം ഇടും. രാവിലെ വേറൊരു ലിപ് ബാമാണ് ഇട്ടത്. വൈകുന്നേരം ഇപ്പോൾ സ്വിസ്സിൻ്റെ അല്ല, സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ബാം. ഇതെല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് അപ്പോൾ സെർച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ കയ്യിൽ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒരു ഹാൻഡ് മോയ്സ്ചറൈസർ ഇടാറുണ്ട് കേട്ടോ. ഒരു ഷിയ ബട്ടൻ്റെ ഭയങ്കര നല്ല ഒരു മണവുമാണ്. എനിക്ക് ഒരു ഇച്ചിരി അത് എടുത്തെടുത്ത് കണ്ടത് തീരാറായി. ഞാനിത് പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ്. കാരണം കുറച്ചെടുത്താൽ മതി, ഒരു തുള്ളി എടുക്കാറുള്ളൂ. കിടക്കാൻ നേരത്താണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇപ്പം നിങ്ങളെ കാണിച്ചതന്നേ ഉള്ളൂ. കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും കയ്യേന്ന് പോകത്തില്ല. ഞാനത് ഉറങ്ങാൻ നേരത്ത് ജസ്റ്റ് എൻ്റെ ഡയറിയും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും ഒക്കെ എഴുതി കഴിഞ്ഞാണ് ഞാൻ കയ്യിൽ പിന്നെ കാലയിൽ മറ്റേ വാസ്ലൈൻ ഇടും. ഈ ബോഡി വാസ്ലൈൻ അല്ല, നോർമൽ നമ്മുടെ പെട്രോളിയം ജെല്ലി വാസ്ലൈൻ കാലയിലും തേക്കും, കയ്യിൽ ഈ ക്രീം ഇടും. നല്ല മണമാണ്. നമുക്കൊരു നല്ല ഉറങ്ങാൻ നേരത്ത് നമുക്കൊരു പോസിറ്റിവിറ്റി, ആ ഒരു മണം എനിക്ക് ഭയങ്കര, ഞാൻ മണം ഭയങ്കര ഇഷ്ടമാണ് എനിക്കെപ്പോഴും. അപ്പം ഇത് ഞാൻ കയ്യിലും ഇടും. നമ്മുടെ കൈ നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ സ്കിൻ കെയറിൽ ഒന്നും പെടാത്ത ഒരു സംഭവം ഞാൻ ചെയ്യുന്നത് മെഡിറ്റേഷൻ. വെള്ളം കൂടി സ്കിൻ കെയറിൽ പെടുന്നതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. അത് ഞാൻ ആസ് എ ലൈഫ് കോച്ച് പറയുന്നതേ ഉള്ളൂ. ഡെയിലി ഞാൻ എപ്സം സോൾട്ടിൽ കുളിക്കാറുണ്ട്. അത് സ്കിൻ കെയറിൽ വരുന്നതല്ല, എന്നാലും ആസ് എ ലൈഫ് കോച്ച് പറയണം തോന്നിയത് കൊണ്ട് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നമുക്ക് നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഡെയിലി എപ്സം സോൾട്ട് ജസ്റ്റ് ഒരു പിടി എടുത്ത് സോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു പിടി എല്ലായിടത്തും ഒന്ന് തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഒരുപാട് പേരോട് സംസാരിക്കുന്നു, ഒരുപാട് പേരെ കാണുന്നു. അപ്പോൾ അവരുടെയൊക്കെ എനർജി നമ്മളോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ എനർജി നമ്മളോട്ട് അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ആ ഒരു എനർജി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എപ്സം സോൾട്ടിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ ഒരു ഓറ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.